Ninyanga
സത്യവിശ്വാസപൂർവ്വം പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ നീ ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ പ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർത്തവരാരുമില്ലല്ലോ. അവൻ പോലുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളാവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. എപ്പോഴോ എവിടെയോ തിരുമനസ്സാവുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ച് കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളെ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. തന്മൂലസ്ഥലത്തിലും ഉത്തമനും പരിശുദ്ധനും ഈ കുർബാന വഴിയായി സ്ഥലത്തിലും ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമായ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ധ്യനും ജീവൻ നൽകുന്നവനും സാരാംശങ്ങളോടുള്ളതായിരിക്കുന്നതുമായ നിന്റെ വിശുദ്ധ റൂഹായോടും കൂടെ സൃഷ്ടിക്കപ്പെട്ട് പോട്ടപ്പെടുമാറാകണമേ. എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളായിരങ്ങളും പതിനായിരങ്ങളും പതിനായിരങ്ങളും നിന്നെ പോഴ്ത്തുന്നു. സൗരഭ്യവാസനമായി കൽപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാതെ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാദയുടെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുമല്ലാവട്ടെ. ശരീരാത്മതയെ നീ ശുദ്ധീകരിക്കണമേ. Yeah.
പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ജീവൻ നൽകുന്നവരും സാരാമസിനോടൊന്നായിരിക്കുന്നതുമായ ഇപ്പോഴെപ്പോഴും സമർപ്പിക്കുമാറാകണമേ. Sa
Oh,
ദൈവത്തിൽ നമ്മളോട് സംസാരിക്കുക. എല്ലാവരും സംബന്ധിച്ച് അനുഗ്രഹീതമായ ഒരു ദിവസമാണ്. മകൻ വലിയ ശുശ്രൂഷയിലേക്ക് അഭിഷിക്തരാകുകയും അദ്ദേഹം ജനിച്ചു വളർന്നതായ ഈ ഇടവകയിൽ തന്നെ പുത്തൻ കുർബാന വിശുദ്ധബലി അർപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു ഞായറാഴ്ച കൂടിയാണ്. അതുപോലെ തന്നെ ഞായറാഴ്ചയെ സംബന്ധിച്ച് പെരുന്നാളിന് ശേഷമുള്ള 6ാമത്തെ ഞായറാഴ്ച വലിയ 2 പ്രാധാന്യമുള്ള ഒരു ദിവസം. ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നുവരുവാനും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും ദൈവവചനം സംസാരിക്കുവാനും ലഭിച്ചതായ അവസരത്തെ വളരെ ആദ്യമായി ദൈവത്തിന് ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. ഇതുമായി ചേർന്നതായ വിശുദ്ധ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യം. ഇവിടെ പ്രകാരം വായിക്കുമ്പോൾ അവർ ഉപദേശിച്ചുകൊണ്ട് ഗ്രാമത്തിലുള്ള പട്ടണങ്ങളിൽ സഞ്ചരിക്കുകയും യെരൂശലേമിലേക്ക് പോവുകയും ചെയ്തു. ഇത് അവരോട് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിൽ കൂടി പ്രവേശിപ്പാൻ ശ്രമിക്കുകയും പലരും പ്രവേശിപ്പാൻ പോകും, അവർക്ക് സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാമതായി ഇവിടെ കാണുന്നത് വാതിലടയ്ക്കുമ്പോൾ നിങ്ങൾ പുറത്ത് മുടിക്കൊണ്ട് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് പുറത്തു വരണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ എഴുതുന്ന വരുന്നോ എന്ന് ഞാൻ അറിയുന്നില്ല. ഇന്ന് അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ തെരുവുകളിൽ ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുവാനുള്ളത്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരെന്ന് ഞാൻ അറിയുന്നു. എന്റെ അവസാന ഭാഗത്തിൽ പ്രകാരമായിരുന്നു, യെരൂശലേമേ യെരൂശലേമേ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുകയും ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർക്കുവാനുള്ള പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ സമ്മതിച്ചില്ല. എന്നാൽ നിങ്ങൾ ഭാഗം ശൂന്യമാക്കുന്നില്ല. നിങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ എന്ന് വാഴ്ത്തപ്പെടുന്ന വായിക്കുന്നത് വരെ നിങ്ങളെ കാണുകയില്ലെന്ന് ഞാൻ പറയുന്നു. ദീർഘമായ ഒരു വേർഭാഗം 2 കാര്യം മാത്രമാണ് ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമതായിട്ട് കാണുന്നു, അവർ ഉപദേശിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ പട്ടണങ്ങളെ സഞ്ചരിക്കുകയും യെരൂശലേമിലേക്ക് പോവുകയും ചെയ്തു. കർത്താവിന്റെ പരിശുദ്ധയുടെ ഒരു സാധാരണ സംഭവം മാത്രമാണ്. അവർ സഞ്ചരിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും
അനേകരെ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിരന്തരമായ തന്റെ ശുശ്രൂഷയുടെ ഫലമായി കർത്താവിന്റെ പ്രസംഗം കേട്ടിട്ട് മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരുവൻ അവനോട് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കുമോ എന്ന് ചോദിച്ചു. കർത്താവിന്റെ പ്രസംഗങ്ങളിലൊക്കെ മുൻപിൽ നിന്നതായ ഒരു വലിയ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തന്നോടൊപ്പം ആയിരിക്കുകയും തന്റെ വചനങ്ങൾ കേൾക്കുകയും തന്റെ ഉപദേശവും അനുസരിക്കുന്നു എന്ന് ഉള്ളതായ ചിന്ത മനസ്സിൽ കടന്നു വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തന്നോടൊപ്പം നടന്നിട്ടോ അപ്പം ഭാഗിച്ച് നൽകി അതിൻ്റെ ഭാഗമാകാവുകയോ വിശപ്പടക്കുകയോ ക്ഷീണം മാറ്റുകയോ വചനങ്ങളുടെ സംതൃപ്തരാകുകയോ ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ പ്രസംഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവരാജ്യത്തെ കുറിച്ചാണ്. ആ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടതായ ഒരു വിഷയമാണ് രക്ഷ പ്രാപിക്കുക എന്നത്. ഒരു ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുന്നത് ശരിക്കും പോകുന്നത് ശേഷിയോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കാൻ ശ്രമിക്കുകയും പലരും പ്രവേശിക്കാൻ നോക്കും, അവർക്ക് സാധിക്കുകയില്ല എന്നോട് പറയും. ഈ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് വളരെ സംശയം തോന്നാം. ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കാൻ ശ്രമിക്കുകയും പലരും പ്രവേശിക്കാൻ പോകും, അവർക്ക് സാധിക്കുകയില്ല എന്നോട് പറയും. എന്തായിരിക്കാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതായ ഇടുങ്ങിയ വാതിൽ? കർത്താവിനെ പറയുന്നുണ്ട്, ഞാൻ ആളുകളുടേതാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുകയാണ് ഇടുങ്ങിയ വാതിലിനെ കുറിച്ച്. ഇടുങ്ങിയ വാതിൽ കൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുകയും പലരും പ്രവേശിക്കാൻ നോക്കും, അവർക്ക് സാധിക്കുന്നു. നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് നാമെല്ലാവരും ദൈവരാജ്യത്തിലൂടെ ഇടുങ്ങിയ വാതിൽ വഴിയായി പ്രവേശിക്കുവാനായി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ വൈകിയ ദേവാലയം നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് അതിരാവിലെ ഭവനത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി അശുദ്ധി വരുത്തി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനായി കടന്നുകൊണ്ടുണ്ടാകും. അത് റബ്ബർ ദേവാലയത്തിൽ മാത്രമല്ല, ഞായറാഴ്ച അതിരാവിലെ പ്രഭാതനമസ്കാരത്തോടുകൂടി വിശുദ്ധ ബലി ആരംഭിക്കുന്ന എല്ലാ ദേവാലയങ്ങളിലും അങ്ങനെ അല്ലാതെ കടന്നു വരുന്ന അദ്ദേഹമാണ്. ഒരുപക്ഷെ നമസ്കാരത്തിന് മുമ്പോ നമസ്കാരത്തിന്റെ മധ്യത്തിലോ വിശുദ്ധമായ ആരംഭിക്കുന്നതിലോ വിശുദ്ധമാനിക്ക് മധ്യത്തിലോ നമസ്കാരം ഒക്കെ വരുന്നുണ്ടാകും. അതിന് പിന്നിൽ അതിന് അതിൻ്റെതായ ഒരു അധ്വാനവും ഒരു മനസ്സിലും ഉണ്ടാകും. അപ്പോൾ ഈ വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാം ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക, ആരാധനയെ സംബന്ധിക്കുക, അതിലൂടെ എത്രമാത്രം എനിക്ക് ദൈവത്തോട് നിൽക്കാനായി സാധിക്കും എന്നുള്ളതായ വലിയ ഒരു ആകാംക്ഷയും ചിന്തയും അവിടെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ പൂർണ്ണമായ സമയം സംബന്ധിക്കുവാൻ സാധിച്ചില്ലെങ്കിലും പൂർണ്ണമായി വിശുദ്ധിയോടെ സംബന്ധിക്കാൻ പറ്റുന്നില്ലായെങ്കിൽ പോലും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വലിയ ഒരു ചോദ്യമാണ് പലപ്പോഴും നമ്മൾ ഉയർന്നു വരുന്നത്. കാരണം എനിക്ക് എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും? ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായി സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. അതിനായി ഒരുപാട് വഴികൾ നമുക്കറിയാം. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വലിയ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തൂഫാൻ
വന്നതോടുകൂടി പത്രം വായനയും അതുപോലെ തന്നെ മീഡിയാസിലൂടെയും നാം എല്ലാവരും മനസ്സിലാക്കുന്നത് എന്താണ്, അറിയുന്നത് എന്താണ്, നാം പോലും അറിയാത്തതായ ഇടങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകാം. പോലീസും അനുബന്ധ ഫോഴ്സസും ഒക്കെ ഇതിനകത്ത് മന്ത്രിയുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആജ്ഞയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ കിലോ കണക്കിന് മയക്കുമരുന്നുകളാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഉണ്ടായ ഒരു വികാരം എന്ന് പറയുന്നത് വളർന്നു വരുന്നതായ ഒരു തലമുറ ഒക്കെയും ഈ ചരസും കഞ്ചാവും അതുപോലെ മയക്കുമരുന്നുകള് ഒക്കെ അത് രുചിച്ച് അതിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കാതെ അതിന്റെ അടിമയായി തീരുന്നത് കണ്ടപ്പോൾ പുതിയതായ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ സഭയും സംഭവങ്ങളും ആധ്യാത്മിക പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടാകും. എന്നാൽ തൂഫാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇത്രമാത്രം വ്യാപകമായിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഇവിടെ പോലീസ് ഫോഴ്സുണ്ട്, അതുപോലെ തന്നെ നിയമജ്ഞരുണ്ട്, നിയമാവലിയുണ്ട്, കോടതിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വാസ്തവത്തിൽ നിയമം അറിയാവുന്നവർ പോലും അത് മറച്ചു വെച്ചു പക്ഷേ അതിനുവേണ്ടി ശബ്ദം ഉയർത്താതെയും ഇരുന്നപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉടനെ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യജ്ഞം ആരംഭിച്ച അവസരത്തിൽ നാം മനസ്സിലാക്കുകയാണ് പല നിയമങ്ങളും നാട്ടിൽ പടർത്തിയിരുന്നത് അത് നിയമങ്ങൾ ശരിക്കും അതിനെ കൈകാര്യം ചെയ്യുവാനുള്ളതായ ഒരു സന്ദർഭമാണ് ഉത്തരവാദപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റൊക്കെ എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ പിടിക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആരെങ്കിലും ജാമ്യം എടുത്ത് അവരെ വിടുക. അത്യാവശ്യം ഒരുപക്ഷെ പ്രധാനമന്ത്രി 2, 3, 4 ദിവസമൊക്കെ 7 ദിവസത്തെ ജയിലിൽ പാർപ്പിക്കുക, അതിനുശേഷം കടന്നുവിടുക. പിന്നീടും എൽപി ശക്തിയോടെ അതിനെ കടന്നുവരുന്ന ആളുകൾ വ്യാപാരികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ 20 രൂപയും 25 രൂപയും 50 രൂപയും 100 രൂപയും 500 രൂപയും 1000 രൂപയൊക്കെ വരെ സൂക്ഷിച്ചിരിക്കുന്നതായ ഈ മയക്കുമരുന്നുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇടുക്കുവാണെങ്കിൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിയമങ്ങളാണ്, ലോസ്. അപ്പൊ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാട് ലോകത്ത് നമ്മുടെ രാഷ്ട്രം ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എന്താണെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. പക്ഷെ അത് പെട്ടുപോകുമ്പോഴാണ് നിയമങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത്. നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല പൗരനായി ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇത് വാഹനം ഓടിച്ചു പോകുന്നവർക്ക് പോലും അന്യപ്രാപ്തമായ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓവർ സ്പീഡിൽ പോകുക, ലക്ഷ്യലാതെ പോകുക, അത്യാവശ്യം സിഗ്നൽ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു പോകുക, ഇതൊക്കെ വാസ്തവത്തിൽ അത് പാടില്ല എന്നുള്ളത് നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് എന്താണ് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല പണിഷ്മെന്റ് കൊടുക്കുവാനായിട്ട് നിയമങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ രാജ്യത്ത് ഒക്കെ നിയമമുണ്ട് എങ്കിൽ പോലും ആ നിയമത്തെ പലപ്പോഴും അറിയാതെ നാം ഇരിക്കുന്ന വഴിയുണ്ട്. അതിൽ പെട്ടുപോകുമ്പോൾ അതിന്റെ വീര്യമെന്താണ്, ശക്തി എന്താണ് പറ്റുന്നത് മനസ്സിലാക്കാറ്. എന്നതുപോലെ തന്നെ ക്രൈസ്തവരായി ദൈവമക്കളായി നാം ജീവിക്കുമ്പോൾ സഭയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആഗ്രഹിക്കുക നമ്മുടെ എല്ലാവരും നമ്മുടെ നിലയിലൊക്കെ ചെയ്യുന്നു. ഞായറാഴ്ചയിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പ്രഭാത നമസ്കാരത്തിൽ വിശുദ്ധാലയെ സംബന്ധിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഗുരുവന്മാര് സഭയിൽ നോക്കുന്നുണ്ട്. ആ നോക്കുകളൊക്കെ അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് പോകുന്നു. നോക്കിയ സമയത്ത് വിവാഹങ്ങൾ നടത്തുന്നു. നോക്കിയ സമയത്ത് കഴിച്ചുകൂടാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു. നോക്കിയ സമയത്ത് ജീവിക്കുന്നത് ജീവിക്കാതിരിക്കുന്നു, രോഗമില്ലാതെ ജീവിക്കുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ നിയമലംഘനമാണ്. കർത്താവ് പറയുകയാണ് ഇതിലാണ് ലോസ് എന്ന് പറയുന്നത്. അനുസരിച്ച് പ്രയാസമാണ്. കാരണം രാവിലെ ഭക്ഷണം കഴിക്കാതെ 3 മണിക്കൂർ വിശുദ്ധായ അനുഭവിക്കാൻ നാസ്തിക തരണമെന്നുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. സന്ധ്യാനമസ്കാരത്തെ സംബന്ധിക്കണം, പ്രഭാത നമസ്കാരത്തെ സംബന്ധിക്കണം, വിശുദ്ധാലയെ സംബന്ധിക്കണം. എങ്കിൽ മാത്രമേ മുമ്പ് നമ്മുടെ വൈദ്യരൊക്കെ വിശുദ്ധമായ വിശ്വാസത്തിൽ കൊടുത്തിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു
വിശ്വാസികൾ ഈ വിശുദ്ധമാരെ സ്വീകരിച്ചു കൊടുക്കുന്നത്. ഇന്ന് എന്തായിരിക്കാം? വിശുദ്ധമാരെ ആരംഭിച്ചതിന് ശേഷം അച്ഛന്മാരെ പിറകോട്ട് ഹോസ്റ്റൽ കൊടുക്കുന്നു. അതൊരു വിശ്വസിക്കുന്നതായിരുന്നു. അവിടെ കുമ്പസാരങ്ങളുള്ളതില്ല, അനുതാപങ്ങളുള്ളതില്ല, കണ്ണുനീരുകളുള്ളതില്ല, സങ്കടങ്ങളുള്ളതില്ല. ഞാനിപ്പോഴും പറയും, ഇന്ന് വിശുദ്ധ ദേവാലയത്തിൽ ഇരുന്നത് കഴിയുന്ന ഒരു ഉപകരണമുണ്ട്. വിശുദ്ധ ദേവാലയത്തിൽ ഇരുന്നത് കഴിയുന്ന ഒരു ഉപകരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അനേകരുടെ കണ്ണീർ ഇരുട്ടുള്ളതായ എന്താണ് കുമ്പസാരപ്പിക്കുന്നത്. നമ്മുടെ കാര്യമില്ല, കുമ്പസാരയുടെ കാര്യമാണ്. എന്റെ മക്കളെ ഇത് വച്ചതിന് ശേഷം അനേകം വന്ന് ഇതിലൂടെ കണ്ണുനീർ ഒഴുകിയിട്ടുണ്ട്. ഇന്ന് എന്റെ മുമ്പിൽ വന്ന് അനുതാപത്തോടെ കണ്ണുനീരോടുകൂടി ഇത് മടങ്ങി പോകുന്നവരെ ഇത് കാണുവാൻ സാധിക്കുന്നത് ഞാൻ പറയാൻ കഴിഞ്ഞു. 37 വർഷക്കാലത്തെ പൗരത്വം ഞാൻ ശുശ്രൂഷയ്ക്ക് ശേഷം 2 മാസം ഞാൻ വിരമിച്ചു. എന്റെ ആദ്യത്തെ ശുശ്രൂഷ ചെറുപ്പൂർ സെന്റ് ജോർജ് പള്ളിയിലായിരുന്നു. നോക്കിയ കുട്ടികളാണ്. ഞാൻ പഠിക്കാൻ തുടങ്ങിയിരിക്കുമ്പോഴും അദ്ദേഹം വന്ന് പഠിക്കാൻ പോയിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ 28ാമത്തെ വയസ്സിൽ ഞാൻ വൈദികനായി ചെല്ലുമ്പോൾ കുമ്പസാര പീഠത്തിൽ കസേരയിലിരുന്ന് അവിടെ വന്ന് പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും അമ്മമാരും യൗവനക്കാരും കുമ്പസാരിച്ചിട്ട് പോകുമ്പോൾ ആ കുമ്പസാര പീഠത്തിന്റെ ചരിത്ര പണ്ഡിതത്തിലൂടെ കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. കുമ്പസാര പീഠത്തിന്റെ ചരിത്രം നമ്മുടെ സാധാരണ ചെയ്യുന്നത് പോലെയല്ല, ഭക്ഷണം ചെയ്യുന്നത് പോലെ, ഓഫീസ് ചെയ്യുന്നത് പോലെയല്ല. കുമ്പസാര പീഠത്തിൽ കൈവയ്ക്കുവാനായിട്ട് ഉള്ള ആ രീതിയിലാണ് അതിനെ സംവിധാനം ചെയ്യുന്നത്. എഴുന്നേറ്റ് പോകുമ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കുമ്പസാരത്തിൽ പീഠത്തിലൂടെ കണ്ണുനീർ താഴോട്ട് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ 15 വർഷങ്ങൾക്ക് ശേഷം പല ദേവാലയങ്ങളിലും അനേകം കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല, അതൊരു കുമ്പസാരം നടന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധമായ ആരോഗ്യത്തോടെ ഇങ്ങോട്ട് വരും, പൂസയെ ഭാവിക്കും, അനുതാപമില്ല, കണ്ണുനീരുമില്ല, ഒരു വെള്ളം പോലുമില്ല. എന്താ അവസാനം വിശുദ്ധമായ അവസാനം കൊടുത്ത സന്ദർഭത്തിൽ വന്ന് അങ്ങനെ വലിയ അനുതാപമില്ല. മുന്നോട്ട് വന്ന് അപകടങ്ങളൊക്കെ വന്നേക്കാം അനുഭവിച്ചു പോകുന്ന വിശ്വാസികളുടെ സമൂഹമാണ് വിശുദ്ധ സഭയിലുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് നിയമങ്ങളുടെ സഭയിലുണ്ട്, മതത്തിലുണ്ട്, നമ്മുടെ ആരാധനയിലുണ്ട്, നമ്മുടെ സംവിധാനങ്ങളിലുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. പക്ഷേ വിശുദ്ധമാരെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കുർബാന, ഈ കുർബാനയിൽ അദ്ദേഹം ചെയ്യുന്ന ക്രിയകളൊക്കെ ശരിയായിട്ടാണോ ചെയ്യുന്നത് അല്ലായിരുന്നു വരികയും അദ്ദേഹം വിശുദ്ധ വെല്ലുവിളി നിറയെ കഴിയുമ്പോൾ സാവകാശത്തിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ ചെയ്ത കാര്യങ്ങളിൽ അതിന്റെ കൂടുതലുണ്ട്, അത് പരിഹരിക്കപ്പെടണം. ഇന്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം എന്ന് ഞങ്ങൾ നിരീക്ഷിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി. ആ നിരീക്ഷണം അവിടെ ഇല്ലെങ്കിൽ വരികയും അതുകൊണ്ട് എല്ലാത്തിനും നിയമങ്ങളുണ്ട്. ഒരു അപ്പപ്പെടുത്ത് ഒഴിക്കുന്നതിന് നിയമങ്ങളുണ്ട്, ഒരു ശ്ലോകം ചെന്നതിന് നിയമങ്ങളുണ്ട്, വിശുദ്ധമായ പഴയ നിയമങ്ങളുണ്ട്. കർത്താവ് പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ജനനം ഒരു വിശുദ്ധ സഭയ്ക്കുള്ള നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇടുക്കുവാനുള്ള കടന്നവർക്ക് മാത്രമേ രക്ഷഭാവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാത്തൊരു വ്യക്തിക്കും രക്ഷഭാവിക്കുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് പുതിയതുപോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചാൽ ഈ സമൂഹത്തിൽ നമുക്ക് ഒരിക്കലും വേണ്ടപ്പോൾ ജീവിക്കാൻ സാധിക്കുകയില്ല. നാം ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് എന്താണ്, നമ്മുടെ രാഷ്ട്രത്തിലായിരുന്ന, സമൂഹത്തിലായിരുന്ന, സഭയിലായിരുന്ന അതിൻ്റെതായ നിയമങ്ങൾ കടന്നു പോകുമ്പോഴാണ് അത് വളരെ പ്രയാസമാണ്, എഴുത്തുമാരിലാണ്, അതിലൂടെ കടക്കുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് എന്ന് പറയുകയാണ്. ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. രണ്ടാമതായിട്ട് വീടുടമസ്ഥർ എഴുന്നേറ്റ് വാതിലടയ്ക്കുമ്പോൾ നിങ്ങൾ പുറത്തു നിന്ന് മുട്ടിക്കൊണ്ട് കർത്താവേ കർത്താവേ ഞാൻ തുറന്നിടണമേ എന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയുന്നില്ല എന്ന് അവൻ നിങ്ങളോട് മറുപടി പറയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് സമയമുണ്ടല്ലോ, ഇനിയും ആയുസ്സുണ്ടല്ലോ, അതുകൊണ്ട് സാവകാശമാകാം എന്ന് വിചാരിച്ചു പോകരുതെന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ളതായ അഗ്നികവാനെ പോലെ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു എന്ന് പറയുമ്പോൾ ആ പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു എന്നുള്ളതാണ്. വെളുത്തിലില്ലാത്ത പാത്രങ്ങളിലൂടെ എണ്ണ എടുക്കുന്ന ആ ബുദ്ധിമതികളായ സ്ത്രീകളെ പോലെ ആയിരിക്കണം വിജയം. ആ പാത്രങ്ങൾ ശൂന്യമായിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം
ഒരിക്കലും ശൂന്യമായി പോകരുത്. നിർമ്മലമായിരിക്കണം. നമ്മുടെ കർത്താവ് എപ്പോഴാണ് വരുന്നത്? ഒരുപക്ഷെ നമ്മൾ എപ്പോഴാണ് നമ്മളെ എത്തിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോഴൊക്കെ വളരെയധികം സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ പോകാൻ ആത്മീയ ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അങ്ങനെ ആത്മീയ ജീവിതത്തിലൂടെ ദൈവരാജ്യത്തെ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. മൂന്നാമതായി ഞാൻ പറയുന്നു, കർത്താവ് പിടക്കോഴി കുട്ടികളെ ചേർക്കുന്നത് പോലെ മക്കളെ ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാണ് നിങ്ങളുടെ ഭവനം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു പറയുകയാണ്. എത്രയോ പ്രാവശ്യം ആചരിക്കുവാനും കണ്ണിലൂടെ പ്രാർത്ഥിക്കുവാനും നോമ്പ് നോക്കുവാനും വിശ്വാനുഭവിക്കുവാനും ഒക്കെ അവസരം ഞാൻ തരുന്നു. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. നല്ലവരായി ജീവിക്കുവാൻ ഒരുപാട് സന്ദർഭം തന്നു. 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 90 വയസ്സ് വരെ എന്നിട്ട് പോലും നിങ്ങൾ അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പറയുകയാണ്, കൂടുതൽ കുട്ടികളെ ചിലങ്കിൽ ചേർക്കുന്നത് പോലെ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവെ കൂടുതൽ കുട്ടികളെ ചിലങ്കിൽ ചേർക്കുന്നത് പോലെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ആ പ്രാർത്ഥന അന്വർത്ഥമായി തീരുമാനത്തോടെ വ്യാകരണം എന്ന് വരികിൽ എന്തായിരിക്കുന്നത് നമ്മളെല്ലാവരും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ആരാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ഒരു സ്വാഭാവികമായ അനുഭവം ഉണ്ടാകും. സൂര്യനായിട്ട് അവകാശങ്ങളായി നിത്യജീവിതങ്ങളായി തീരുമാനത്തോട് വലിയവരായ കർത്താവ് നമ്മെ ഓരോരുത്തരും സാധ്യമാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്ത ചെല്ലുന്നു. ദൈവരെയും വളർത്തി
Amen.
തരണം. നിന്റെ ആരാധന സംഘത്തെ നിന്റെ ആദർശമായ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവായ യേശുമശിഹായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സമ്മതിക്കുന്നവരുടെ മേലും സമ്മതിപ്പാനിരിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരവും ഞങ്ങൾ ഞങ്ങളുടെ ശിക്ഷയും പ്രതികാരനുമായി തീരരുത്, എന്നാലോ നിങ്ങളുടെ ജീവന രക്ഷയ്ക്കുമായി ഭവിക്കണം. ദൈവതമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ശിക്ഷകർഹരായി തീരരുതേ, പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിനെ അർഹരാക്കി തീർക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോട് കൂടെ ഓഹരിയോകാശ്വതികൾ പ്രാപിക്കണമേ. ഞാൻ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും പവനും ജീവനായകൻ സാരാംശനോടുമായി നിന്റെ വിശുദ്ധമായിരിക്കും ഇപ്പോഴും എപ്പോഴും സമർപ്പിക്കുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ദിവ്യ സ്ലേവാ വർഷിക്കണമേ.
കറകളയെല്ലാം തിരുസോപായ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പീഡകൾ ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ ഏകോകബോധം ശോഭനമാകും ശാശ്വത യാത്രാഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയും കർത്താവിന്റെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ വിശുദ്ധ തത്വങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനും ബലഹീനനും പാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോവുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു വലിയ ആളായിട്ടുള്ള കാലമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വിശുദ്ധ സമയം വന്നപ്പോഴാണ് അത് ഗംഭീരമായിട്ട് പാടുന്നു. ഗംഭീരമായിട്ട് ബുദ്ധിമുട്ട് പാടുന്നു. അത് വാസ്തവത്തിൽ ആഗ്രഹിച്ചതിനായിരുന്നു വാസ്തവത്തിൽ അവസരം കൊടുക്കും. പക്ഷമ്മയുടെ വല്യപ്പച്ചൻ അച്ഛൻ പറകാവൂർ പി യോഗന്റെ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളാണ്. പത്താം ദേവകാരായിട്ട് ബന്ധപ്പെട്ട് അന്ന് ബാലദേശമാശനായി ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ആളാണെന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ്. ഈ കല്യാണത്തിന് മുമ്പ് അച്ഛൻ അവിടെ വന്നു, പത്താമത്തിൽ വന്നു, വീടന്വേഷിച്ച് വന്നു. വല്യച്ഛന് ഉണ്ടാവുക തന്നെ വിചാരിച്ചു. എന്തായാലും ഈ വല്യച്ഛനെ എനിക്കത് വളരെ ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല ചിലപ്പോൾ ഫേസ് എപ്പോഴും സന്തോഷം, എപ്പോഴും ചിരിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരികൾ നല്ല സുന്ദരൻ, അച്ഛനെ ശാന്തൻ, സൗമ്യൻ. അപ്പം എല്ലാവരും വളരെ ക്വാളിറ്റി വൈസ് ഇതിലെ വാസ്തവത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാവുന്ന രണ്ട് യുവവൈദികരും. അപ്പോൾ കൊച്ചിനെ സംബന്ധിച്ചും ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ കൊച്ചിന് കുറച്ചുകൂടി സുന്ദരനാകും. കൊച്ചിനോട് അമേരിക്കയിൽ പോയിരിക്കുന്നു, കുറച്ചും കൂടെ സുന്ദരൻ. കൊച്ചിൻ്റെ പണി ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. വാഷിംഗ്ടണിൽ പണി സുഖമായിരുന്നു. കാണാൻ സാധിച്ചത് ഞാൻ വലിച്ചു പറയുകയും വരുമ്പോൾ പപ്പാഴ്ച പറയുകയും അമേരിക്ക വരുമ്പോൾ കാണാനുള്ള അവസരം ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഇടവകയെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നല്ലൊരു അച്ഛനെ ദൈവത്തിന് നൽകി എന്നുള്ളതോടെ ഞാനിപ്പോൾ വലിയ പറയാറുണ്ട്. അച്ഛന്മാരെ ദൈവത്തിന് വേണ്ടി ജനത്തിന് വേണ്ടി ചെയ്യും. ഇത് ആധുനിക കാലഘട്ടത്തിലെ വലിയ കുറ്റപ്പെടുന്നില്ല. ജനത്തിന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യുന്ന എല്ലാവരും ശുശ്രൂഷയും ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ മാത്രം. അവരെ സംതൃപ്തിപ്പെടുത്താൻ എന്നുള്ളതല്ല, അവരെക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ നോക്കുന്നു.
ഇത്രത്തോളം ഈ ഇടവകയെ സ്നേഹിക്കുകയും കടന്നു വന്ന വിശുദ്ധ ബഹുമാനപ്പെട്ട സമാജം എല്ലാ പ്രാർത്ഥന ഈ കൈ യാഗമർപ്പിക്കുന്ന കർത്താവേശ്വരിയുടെ ശരീരം അതുകൊണ്ട് കൈ കുത്താൻ വ്യക്തിപരമായിട്ട് ഒന്നും സാധിക്കാനില്ല. പക്ഷേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്നെ അയലല്ല അത് ഞങ്ങൾ നിർവഹിക്കുന്നത് ഞങ്ങൾ കണക്കുകൊടുക്കണം. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെക്കാൾ കൂടുതൽ കണക്ക് കൊടുക്കണം ഞങ്ങൾ അച്ഛന്മാരാണ്. അതുകൊണ്ട് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അച്ഛന് ദൈവത്തിനാണ് നിയോഗിച്ചാൽ ശനിയാഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ ശനിയാഴ്ച ബഹുമാനപ്പെട്ട അച്ഛൻ കുർബാന ചൊല്ലും. അതിനുശേഷം ഞായറാഴ്ച വീണ്ടും അച്ഛൻ തന്നെയാണ് കുർബാന ചൊല്ലണമെന്ന് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് കൂടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയുണ്ടാകണം. സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഒരു വർഷം അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അച്ഛൻ അവർപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളും സഹകരണവും തുടർന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. Prema